ഇപ്പോഴും ശാന്തി. ഇപ്പൊ ഉത്സവങ്ങള്, പൂരങ്ങള്, ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി ആഘോഷം ഗംഭീരാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ വടക്കുംനാഥ ക്ഷേത്രത്തിലൊന്ന് പോയി, തൃശ്ശൂര്. അപ്പൊ അവിടെ നൃത്യങ്ങളും ബാക്കിയുള്ള ശിവക്ഷേത്രങ്ങളിൽ വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നന്നായി ചെയ്തുകൊണ്ടേയിരിക്കും. അതിനത്രയും ജനങ്ങള് സപ്പോർട്ട് വേണം. അതായത് പല ഈ പൂജകളും കാര്യങ്ങളും ചില വിശേഷ അവസരങ്ങളിൽ മാത്രമേ നടത്തുള്ളൂ. പക്ഷെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തന്നെ ആകെ വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അത് ഓരോ അമ്പലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുണ്ട് താനും. ഇതിന്റെയൊക്കെ ആധാരം എവിടുന്നാണ്? ഇവിടെ നിന്ന് തന്നെയാണ്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൽ ഈ ബ്രാഹ്മണര് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് യോഗം ചെയ്യുന്നുണ്ട്, ധാരണ ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം സമ്പൂർണ്ണമാവുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളിൽ, അതാത് ദിവസങ്ങളിൽ നക്ഷത്രങ്ങൾ, ഗ്രഹപ്പഴയുടെ കാര്യമല്ല, നക്ഷത്രങ്ങളുടെ ഒക്കെ ആധാരത്തില്, കർമ്മത്തിന്റെ ബേസില്, അതായത് കർമ്മത്തിന്റെ ബേസില് നക്ഷത്രങ്ങളുടെ ആധാരത്തില് നമുക്ക് പ്രത്യേക കർമ്മം ചെയ്യും. അതായത് സുകർമ്മം, അത് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. അതിന്റെ ആധാരത്തില്, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ ആധാരത്തിലാണ് ഇവിടെ ഓരോ അമ്പലങ്ങളിലും പൂരങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ നടക്കുന്നത്. ഉദാഹരണം ഒരു ദേവീക്ഷേത്രം എടുക്കുക. ദേവീക്ഷേത്രത്തിൽ ഉത്സവം ഇന്ന മാസത്തില് ഇന്ന രീതിയിൽ, പ്രതിഷ്ഠാകർമ്മം ഇന്ന മാസത്തില് ഇന്ന രീതിയിൽ. അതിൽ തന്നെ ചില ദേവീക്ഷേത്രങ്ങളിലെ പൂരം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. ചില ദേവീക്ഷേത്രങ്ങളിലെ പൂരം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ. ചിലത് വളരെ സമയം ഉണ്ടാവും. ഒരാഴ്ചയിൽ 2 ദിവസം മാത്രമുള്ള പൂരങ്ങൾ, അതായത് വേലകള്, കാര്യങ്ങള്, അങ്ങനെ പലതും ഉണ്ട്. ഇതിന്റെയൊക്കെ ആധാരം എന്താ? അതാത് ബ്രാഹ്മണര്, സ്ത്രീ ശരീരത്തിലായാലും പുരുഷ ശരീരത്തിലായാലും, അവര് പുരുഷാർത്ഥം ചെയ്ത കാര്യം, സേവനം ചെയ്തത്. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും എന്താണ്? യോഗം പുരുഷാർത്ഥം, ധാരണ സേവനം, ജ്ഞാനം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബാബ പറയുന്നുണ്ട്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷനെ അർത്ഥമുള്ളതാക്കി മാറ്റുന്നു. യോഗം എന്ന് പറഞ്ഞാൽ ബാബയുടെ സ്മരണ, ബാബയുടെ ഓർമ്മ, സേവനം. ഈ പുരുഷാർത്ഥം എന്നത് ശരിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരുന്നതിന്റെ ബേസിൽ, പുരുഷാർത്ഥി അതിന്റെ ഒരു റിസൾട്ട് വരുന്നതിന്റെ ബേസിലാണ് ശരിക്കും സമ്പൂർണത വരും. പുരുഷാർത്ഥിയാണ് സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ പുരുഷാർത്ഥം ചെയ്യുന്ന ഒരു BK ഉണ്ടെന്ന് വെക്കാം, നല്ലൊരു ബ്രഹ്മകുമാരി, യോഗം ചെയ്യുന്നുണ്ട്, ധാരണ ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. അപ്പൊ പുരുഷാർത്ഥി. ചെറിയ തെറ്റുകൾ അപ്പോഴും അവർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ചെറിയ തെറ്റുകളാണ് അവർ പരാതിയായിട്ട് മധുവിലേക്ക് അയക്കും. ഈ മധുവിലെ മുരളി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ബാബ പറയും, പരാതി പെട്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോവാത്ത പുരുഷാർത്ഥി ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് സെന്റർ നോക്കി നടത്തുന്നുണ്ട്, വലിയ സെന്ററുകൾ നോക്കി നടത്തുന്നുണ്ട്, സോണലുകൾ തന്നെ നോക്കി നടത്തുന്നുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഒരു പരാതി പോലും മധുവനിലേക്കോ പരമാത്മാവിലേക്കോ പോവാത്ത സമയം, രണ്ട് നോക്കണം. ഒന്ന് മധുവിലേക്ക് ഡയറക്റ്റ് പോകും, പിന്നെ പരമാത്മാവിലേക്ക് പോകും പരാതി. അതില്ലാത്തൊരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് സമ്പൂർണ്ണ പുരുഷാർത്ഥി അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അത് BKസിന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞ. നോർമലി സാധാരണ രീതിയിൽ
ക്ലാസ്സും കേട്ട് വീട്ടിലിരുന്ന് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല. BK വർഷങ്ങളായി BK കൃത്യമാണ്, വളരെ കൃത്യം. അങ്ങോട്ടോ ഇല്ല. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാത്തിലും സമ്പൂർണ്ണ സ്ഥിതിയാണ്. എങ്കിലും അവരുടെ ഉള്ളിലൊരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി കാരണം ചെറിയ അവരുടെ ആ വലിയൊരു സോണലിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ രമ്യമായി പരിഹരിച്ച് അവരുടെ സ്ഥിതി പോകരുത്. ഇനി ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തന്നെ വെക്കാം. ഇപ്പൊ ഒരു നാട്ടിലൊരു പ്രശ്നം, ഇതിൽ തന്നെ നമുക്കൊരു ബായി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എറണാകുളത്തുള്ള ആ ഒരു വെള്ളപ്പൊക്കം വന്ന സമയത്ത് അവിടുത്തെ വീതി പെട്ടിയും കടക്കിയെടുത്ത് ഓടിയാണ്. പെട്ടിയും കടക്കിയെടുത്ത് ഓടുന്നത് വിഷയമല്ല. കാരണം വെള്ളപ്പൊക്കം വരുമ്പോൾ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടുന്ന് കര കയറണം. പക്ഷെ അവരുടെ മാനസികാവസ്ഥ കാരണം ആ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ സ്ഥിതി, ആ സ്ഥിതിയുടെ ആധാരം, കാരണം വിനാശം മസ്റ്റായിട്ടും പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്ഥിതിയുടെ ആധാരത്തിൽ എത്രത്തോളം മധുവിനിലേക്ക് പരാതി ഫോണായിട്ട് വിളിച്ചു അല്ലെങ്കിൽ ലെറ്ററായിട്ട് അയച്ചു പോയി, പരമാത്മാവിന് എത്രത്തോളം അമൃതവേളയിലും ബാക്കിയുള്ള സമയങ്ങളിലും ഒക്കെ പരാതിപ്പെട്ടികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ പരാതി ലെറ്റേഴ്സ് ഇനി സ്വന്തം വെറുതെ ലെറ്റർ ചെയ്ത ബാബാ എന്താ വെള്ളപ്പൊക്കം, അയ്യോ എന്താ തീപിടുത്തം, അയ്യോ ഇതൊന്നും സഹിച്ചുകൂടെ. ഏത് ഞാൻ പറഞ്ഞ സോണൽ സെന്ററിൽ ഏറ്റവും ഹൈ ലെവലിൽ ഇരിക്കുന്ന ഒരാൾ ഇതേ രീതിയിൽ എഴുതുകയാണെങ്കിൽ അവരും സാധാരണ ഒരു കുട്ടി ഇന്നലെയോ മറ്റന്നാളോ ജനിച്ച ഒരു ആത്മാവ്, അതായത് ഒരു സോള്, ഒരു BK, അവര് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സിസ്റ്ററിനെ വിളിച്ചൊരു പരാതി പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവരെത്രയോ വർഷങ്ങളായിട്ട് സോണൽ ഇൻചാർജാണ്. അവർ ചെറിയ പ്രശ്നങ്ങൾക്ക് വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കും പരാതിപ്പെട്ടികൾ. അവരും കാരണം അവര് പരാതി എഴുതാൻ്റെ ഒരൊറ്റ കാരണം എന്താണ്, ശരിയായ രീതിയിൽ ജ്ഞാനം, യോഗം, ധാരണ, സേവനം ചെയ്തിട്ട് പുരുഷാർത്ഥി സമ്പൂർണ്ണ സ്ഥിതിയിലേക്ക്, പെട്ടെന്ന് എന്തായാലും സമ്പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്താൻ പറ്റൂല, പക്ഷെ ആ ഒരു സ്റ്റേജിൽ അപ്പൊ എത്തേണ്ട രീതി പോലും എത്തിയിട്ടില്ല. നോർമലി ഇപ്പൊ ഇന്നലെ ജനിച്ചൊരു BK, ആ BK ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അയ്യോ വീട്ടിൽ നിന്ന് ഇത് സമ്മതിക്കുന്നില്ലോ, നേരെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം അയ്യോ എനിക്ക് അമൃതവേള ചെയ്യാൻ പറ്റുന്നില്ലോ, നേരെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം അയ്യോ എനിക്കിതൊന്നും പറ്റുന്നില്ലേ, എനിക്ക് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അതും സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ അടുത്തുനിന്ന് അത് ഡയറക്ഷൻ കെട്ടി സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ ഇട്ടോ ഏതെങ്കിലും ഒരു നിമിത്തം എത്തി. അപ്പൊ അതും അത് ഒരു പുതിയ കുട്ടി, അങ്ങനെയുള്ളൊരു കുട്ടി. അതല്ലാതെ എത്രയോ കാലങ്ങളായിട്ട് ചെറിയ സെന്റർ നടത്തി വലിയ കുറെ സെന്ററുകൾ, സബ് സെന്ററുകൾ അങ്ങനെ നടത്തി ഒരു സോണിലുള്ള ലെവലിലെത്തിയ ഒരു കുട്ടിയും ചെറിയ അസുഖം വരുമ്പോൾ, അതല്ലെങ്കിൽ ചെറിയ ടക്കറിങ്ങുകൾ വരുമ്പോൾ, ഇവരുടെ ഉള്ളിലുള്ള ടക്കറിങ്ങുകൾ ഭയങ്കരമാണ്. അങ്ങനെയൊക്കെ വരുമ്പോ പരാതി പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാന് എറണാകുളം സെൻട്രലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻട്രലിൽ ഒരു മീറ്റിംഗ് നടന്നു. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ്. അപ്പോൾ അവിടുത്തെ മെയിൻ രീതിക്കുള്ള പരാതികള് കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. എന്താണ്, സ്വന്തം ഇഷ്ടത്തിന് അവരുടെ താഴെയുള്ള ആളുകൾ ഈ രീതിയോടൊന്ന് പറയാതെ പോലും സ്വന്തം ഇഷ്ടത്തിന് നേരെ മതത്തിലേക്ക് പോവുക, പല രീതിയിലുള്ള അനുസരണക്കേടുകൾ കാണിക്കുക, ഇതൊക്കെയാണ് അവരുടെ പരാതി. അവരവരുടെ പരാതി അവരോട്, അതായത് അവിടെയുള്ള ബാക്കിയുള്ള അവരോട് ഷെയർ ചെയ്യണം. ഈ ഷെയറിംഗ് ഒക്കെ ഞാൻ അറിഞ്ഞത് വേറൊരു സിസ്റ്റർ വഴി. ആ സിസ്റ്റർ പറഞ്ഞു അയ്യോ കഷ്ടം തോന്നും ആ രീതിയുടെ അവസ്ഥ ആലോചിക്കുന്നു. അത് കൂടാതെ ശരീരത്തിന് പ്രായം അത്രേ ആയതുകൊണ്ട്
അവർക്ക് വേറെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഈ നല്ലൊരു ശതമാനം സെന്ററുകളിൽ, അതായത് ഏറ്റവും മെയിൻ സെന്ററിൽ എറണാകുളത്ത് നടത്തുന്ന ദീദിയുടെ കീഴിലുള്ള നിരവധി സിസ്റ്റേഴ്സ് ഒരു നല്ലൊരു ശതമാനം ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. അപ്പോ അത് പരാതി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ക്ലിയർ ആക്കേണ്ട സംഭവം തന്നെയാണ്. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്തിട്ട് ഇത് വ്യത്യാസപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് ഞാനിതൊക്കെ വിട്ടിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് സറണ്ടർ ആയിക്കോളാം എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കണം. കാരണം അതൊരു വിഷമമാണ്. അപ്പൊ അവരുടെ സ്ഥിതി ഈ സോണലിന്റെ ഏറ്റവും ഹൈ ലെവലിലുള്ള അവരുടെ സ്ഥിതി എവിടെത്തി? പുരുഷാർത്ഥമാണ് അവരും ചെയ്യുന്നത്. ജ്ഞാനെടുത്തിട്ട്, യോഗ എടുത്തിട്ട്, ധാരണ എടുത്തിട്ട്, സേവനം ചെയ്തിട്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൈ ലെവലിലുള്ള ആ ഒരു ദീദിയുടെ സ്ഥിതി എവിടെ എത്തി? അപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇനി ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയാൽ അവിടെയൊക്കെ തന്നെ സ്ഥിതി. ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയതിന്റെ അനുഭവം പറയുന്നു. പല സ്ഥലങ്ങളിലും ആ ഡ്രാമയെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് വളരെ സിമ്പിളാണ്. ശരിക്കും അവരുടെ സ്ഥാനത്തിരിക്കുമ്പോൾ, ബ്രഹ്മാബാബയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ ബ്രഹ്മാബാബയ്ക്ക് ഇതിനേക്കാൾ അപ്പുറത്ത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രഹ്മാബാബ എന്താ ചെയ്തത്? ദീദി ഇപ്പം എന്താ ചെയ്തത്? ഇതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നത് അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ല ഞാൻ അതിൽ പ്രത്യേകിച്ച് ഇടപെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ബ്രഹ്മാബാബ എങ്ങനെയാണോ ജയിച്ചത്, മമ്മ എങ്ങനെയാണോ ജയിച്ചത്, അതിന്റെ ആധാരത്തിൽ ആ ദീദി ജയിക്കേണ്ടത് ദീദിയുടെ ഉത്തരവാദിത്തം. സമ്പൂർണ്ണാവുക, പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണാവുക. കാരണം ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ചെറുത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വെടിക്കെട്ട് ചെറുതായിട്ട് കതിനൊക്കെ തീ പിടിച്ചിട്ടേ ഉള്ളൂ. ഇനി പലതും സംഭവിക്കും. ബി കേസ്, ബ്രഹ്മകുമാരീസ്, പല പല ചീത്തപ്പേരുകളും സംഭവിക്കാം, പല പല പ്രശ്നങ്ങൾ സംഭവിക്കാം, പലതും സംഭവിക്കാം. നിലവിൽ വന്നുകൊണ്ട് അത്യാവശ്യം ഉണ്ട്. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രാപ്തരാവണം. ഒന്ന്, പുതിയ പുതിയ കുട്ടികൾ പ്രാപ്തരാവണം. 1 വർഷമായവരുണ്ടാവും, 2 വർഷമായവരുണ്ടാവും, ഞാനും തീരെ മണ്ടയ്ക്ക് കയറാത്തവരുണ്ടാവും, ജ്ഞാനം നിറയെ കയറിയവരുണ്ടാവും. പക്ഷെ ജ്ഞാനം കുറേ കയറിയിട്ട് വലിയ കാര്യമില്ല. ജ്ഞാനം ഒരുപാട് കയറിയിട്ട് വലിയ കാര്യമില്ല. ഇപ്പൊ എന്റെ ഉദാഹരണം പോലും പറയുകയാണെങ്കിൽ ഒരുപാട് ജ്ഞാനമുണ്ട്, ഭയങ്കരമായിട്ട് ജ്ഞാനമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കുള്ള കുറവുകൾ എന്ന് പറഞ്ഞാല് യോഗം കുറവാണ്. ഈ ജ്ഞാനത്തിന്റെ ആധാരത്തിലുള്ള യോഗം എനിക്കില്ല. ധാരണ കുറവാണ്, സേവനം കുറവാണ്. ജ്ഞാനമുണ്ട്. കാരണം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് 3-4 സെന്ററുകളിൽ പോയിട്ട് ആദ്യം 7 ദിവസത്തെ കോഴ്സ് നിറയെ എടുത്തു. ആദിദേവൻ ആദിദേവി വായിച്ചു, ഒരുപാട് മുരളി പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു കൊണ്ടേയിരിക്കുന്നു. ജ്ഞാനം കിട്ടി, നിറയെ കിട്ടി. ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആത്മാവ്, മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഡ്രാമ വീല്, വൃക്ഷം, കൽപ്പവൃക്ഷം, ഏണിപ്പടികൾ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളുടെയും കുറേ ഡീപ്പ് വർഷം, 5000 വർഷം, ഒരുപാട് വർഷം ഞാൻ പറഞ്ഞുതരാം. ഞാനുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എനിക്ക് ഒരുപാട് ഉണ്ടായിട്ട് എനിക്ക് എന്ത് കാര്യം? എനിക്ക് ഈ ബാക്കി സാധനങ്ങൾ വരണം. ഇതിലും കൂടെ ഒരു സമതുലിതാവസ്ഥ വന്നാലേ ഞാൻ ക്ലിയർ ആയിട്ട് പാസ്സാവുള്ളൂ. ഞാൻ സമ്പൂർണ്ണമായിട്ടല്ലല്ലോ ഇപ്പൊ ഈ കാര്യത്തിന് ഇറങ്ങിയിട്ടില്ല. സമയമെടുക്കും. എനിക്ക് സമയമെടുക്കും, ഈ പറഞ്ഞ ദീദിമാർക്കും സമയമെടുക്കും. പക്ഷെ ഓരോരുത്തരുടെ പ്രായം നോക്കണം. പ്രായം ഇപ്പോഴത്തെ സമയം നോക്കണം. എനിക്ക് ആയുസ്സും ആരോഗ്യവും കൂട്ടാനുള്ള ഏക മാർഗം യോഗമാണ്. എന്റെ ആയുസ് ആരോഗ്യം കൂട്ടാനുള്ള ഒരു ഏക മാർഗം എന്ന് പറഞ്ഞാൽ യോഗം.
പിന്നെ ധാരണ, സേവനം. ഇത് ഓൾറെഡി ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം അത് വർദ്ധിക്കുക ചെയ്യുക. നമ്മൾ സാധാരണ അമ്മ പറയുന്നത് അന്തിമഗതി സ്വഗതി, അന്തിമഗതി സ്വഗതി, അബുഗർ ജാനത്തു, എപ്പോ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും പോവാം എന്ന് ചിന്തിച്ചിരുന്ന എപ്പോ വേണമെങ്കിലും പോവാം. ഞാൻ അങ്ങനെ എപ്പോ വേണമെങ്കിലും പോവൂല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്, കാരണം എൻ്റെ കയ്യിലുള്ളത് മഹത്തായ സാധനം, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. എന്തൊക്കെ? ഒന്ന് ജ്ഞാനം. ഈ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഇവിടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഡ്രാമയുടെ മുഴുവൻ രഹസ്യങ്ങളും മനസ്സിലാക്കുക. എന്നിട്ട് അതിലുള്ള എനിക്കുള്ള പാർട്ട്, അത് വലുതാവട്ടെ ചെറുതാവട്ടെ എന്താവട്ടെ, ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്താവുമെന്ന് എനിക്കറിയില്ല. ബ്രഹ്മാവിന് സാക്ഷാത്കാരം കൊടുത്തു, എനിക്ക് സാക്ഷാത്കാരമൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ സൂചന ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ എന്താവുന്നുള്ളത് എനിക്കറിയില്ല. സത്യത്തിലാണോ, ത്രേതായുഗത്തില് ആദ്യത്തിലാണോ, അവസാനത്തിലാണോ, എന്തോന്നറിയില്ല. പക്ഷെ ഞാനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ രീതിയിലായാൽ മതി. അതിനനുസരിച്ചുള്ള ധാരണകളും സേവനങ്ങളും യോഗവും ചെയ്ത് പുരുഷാർത്ഥം സമ്പൂർണ്ണമാവുക. ഇതെന്റെ തീരുമാനം. എൻ്റെ ഡ്രാമ പാർട്ട് അനുസരിച്ച് അത് എൻ്റെ തീരുമാനം. അതുപോലെയാണ് ഓരോരുത്തരുടെ പാർട്ടും. അത് അവരാണ് തീരുമാനിക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് കിട്ടി, പിന്നെ ഒന്നുകിൽ ഓൺലൈൻ വഴി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി കിട്ടിയിട്ടുണ്ടാവും. ജ്ഞാനം എടുത്ത് ധാരണയും സേവനവും ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പൊ അമൃതവേളയ്ക്ക് എഴുന്നേൽക്കുന്നവര് കൃത്യമായിട്ട് എഴുന്നേൽക്കുന്നു. ചിലര് 3 മണിക്ക്, ചിലര് 2 മണിക്ക്, ചിലർ 1 മണിക്കേ എഴുതി അമൃതവേള തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ 5 വർഷമായിട്ടും 10 വർഷമായിട്ടും 20 വർഷമായിട്ടും അവരുടെ പുരുഷാർത്ഥം സമ്പൂർണതയിലേക്ക് എത്താൻ ആയോ എന്ന് ചോദിക്കേണ്ടത് അവരവരോട് തന്നെ. ഞാൻ എത്ര സമയം കൊണ്ട് സമ്പൂർണ്ണം? ബാബ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമാണ്. ഇത് വളരെ ഒരു സെക്കൻഡിന്റെ സമയമുള്ളൂ. ഒറ്റ സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിയും. ആ സെക്കൻഡ് എപ്പോ ബാബയെ ഓർമ്മിക്കുക, ആത്മസ്ഥിതിയിലിരുന്ന് ബാബയെ ഓർമ്മിക്കുക. ഒരു സെക്കൻഡ് പരിപാടിയാണ്. ആ ഒരു അവസ്ഥ ഏകരസസ്ഥിതി എന്ന് പറയും. ഏകവ്രത, ബാബയുടെ വധുവായിരിക്കുന്ന ഒരവസ്ഥ. അതിലേക്ക് എത്തുന്നത് ഏത് സെക്കൻഡാണ്, ഞാൻ എത്ര സമയം കൊണ്ട് എത്തും എന്നൊരു ചിന്ത സ്വയത്തിനോട് ചോദിക്കും. അത് ഓരോരുത്തരും ചോദിക്കും. ശരി, ഇപ്പൊ ഇന്നലെ വന്ന BK ആയാലും ശരി, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നല്ല സമ്പൂർണമായിട്ട് ഞാൻ പുരുഷാർത്ഥമൊക്കെ ചെയ്ത് ഓക്കെ ആണെന്ന് പറയുന്ന BK ആണെങ്കിലും ശരി, എനിക്ക് എത്ര സമയം വേണം? ഈ ശരീരത്തിന്റെ, മനസ്സിന്റെ കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമാവാൻ വേണ്ടി തന്നെ. കാരണം ഇതിന് ഭയങ്കര കെട്ടാണ്. സേവനത്തിന്റെ കെട്ട്, സേവനം കെട്ടാണ്. ഒരു നിർബന്ധിത സേവനം. അതായത് ഇപ്പൊ രാവിലെ മുരളി വായിക്കുക ഒരു നിർബന്ധിത സേവനമായി മാറി. നമ്മളിങ്ങനെ മുരളി വായിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പഠിക്കുന്നത്. അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്വതന്ത്രമായി ചെയ്യണം. മുരളി വായിക്കണമെങ്കിൽ വായിക്കാം, വായിക്കണ്ടെങ്കിൽ വായിക്കണ്ട. മുരളി എന്തിനാ വായിക്കുന്നത്? അതില്ലാത്തോണ്ട്, അത് തലയിൽ ഇല്ലാത്തോണ്ട്. ശരിക്കും മുരളി ഒരു സമ്പൂർണമായ വ്യക്തിക്ക്, ഇപ്പൊ ശ്രീകൃഷ്ണന് മുരളി വായിക്കേണ്ട ആവശ്യമില്ല. സമ്പൂർണമായിട്ട് ഇപ്പൊ ജന്മം എടുക്കുന്നു. ശ്രീകൃഷ്ണൻ ഇവിടെ വന്ന് ബ്രഹ്മകുമാരീസിൽ വന്ന് ക്ലാസ് മുഴുവൻ കേൾക്കാൻ പോണുണ്ടോ? രാധ വന്നിട്ട് ക്ലാസ് മുഴുവൻ കേൾക്കാൻ പോണുണ്ടോ? അവര് സമ്പൂർണമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം പറയാൻ പോണുണ്ടോ? അവിടെ ജ്ഞാനേ ആവശ്യമില്ല. ആ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ശ്രീകൃഷ്ണനും ശ്രീരാധയും സമ്പൂർണ്ണമായി. രാധ ഇപ്പൊ 2ാമത് ജന്മം എടുത്ത്, ശ്രീകൃഷ്ണൻ ബ്രഹ്മാവായിട്ട് അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2ാമത് ബ്രഹ്മാവ് ശ്രീകൃഷ്ണനായി ജന്മം എടുക്കുമ്പോൾ രാധയുടെ
ആ ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ അവർ ബ്രഹ്മകുമാരീസിലേക്ക് വരേണ്ട ആവശ്യമില്ല. ക്ലാസ്സിന് അതായത് 7 ദിവസത്തെ കോഴ്സ് കേൾക്കേണ്ട ആവശ്യമില്ല. അവരാ സ്ഥിതിയിലാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ശിവബാബ അവർ ജന്മം എടുത്ത് ഒരു പ്രത്യേക സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്ഥിതിയിൽ അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അത് 9 ലക്ഷത്തിന്റെ അവസ്ഥ അതാട്ടോ. 1 വരുന്ന 9 ലക്ഷം പേരും വീണ്ടും ബ്രഹ്മകുമാരീസിൽ വന്ന് ക്ലാസ് കേൾക്കുന്ന ആരും വിചാരിക്കണ്ട. അതിന്റെ ആവശ്യമില്ല അവര്. അപ്പോഴേക്കും ബ്രഹ്മകുമാരീസിൽ നിന്ന് ജ്ഞാനം തുടച്ചു നീക്കിക്കൊണ്ടേയിരിക്കും. ബ്രഹ്മകുമാരീസ് മുഴുവൻ അടച്ചുകൂട്ടി അവിടെ വേണ്ട എല്ലാ ഫിനിഷിങ് വർക്കുകളും ചെയ്ത് ബ്രഹ്മകുമാരീസ് നിന്നൊരു പ്രസ്ഥാനം ഉണ്ടാവില്ല. 1 സത്യയോഗം ആരംഭിക്കുമ്പോൾ അതിന്റെ തലേ ദിവസം പോലും ബ്രഹ്മകുമാരീസ് തന്നെ പ്രസ്ഥാനം ഉണ്ടാവില്ല. ബാക്കി പലതും ഉണ്ടാവും. ഈ 5000 വർഷം പൂർത്തിയാവുന്ന സമയത്ത് ബാക്കി പലതും ഉണ്ടാവും. അത് ചിലത് ടപ്പേന്ന് വെള്ളത്തിൽ പോണതാവും, ചിലത് ടപ്പേന്ന് അഗ്നിക്കരയാവുന്നതാവും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു അമ്പലം, ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങൾ, ഇവിടെയുള്ള പല ക്ഷേത്രങ്ങൾ ഈ 5000 വർഷം ലാസ്റ്റ് വരും പല ക്ഷേത്രങ്ങളും നിലനിൽക്കും. ബ്രാഹ്മണരുടെ ഒത്തുകൂടലുകൾ അവിടെ സംഭവിക്കും. ഏത് കുകവംശാവലി ബ്രാഹ്മണര്, അതുപോലെ മഹാഋഷിമാര്, പലരും പല വിധത്തില് പല സ്ഥലങ്ങളില് ഡ്രാമാനുസരണം. ഇതാണ് ഇത് മൊത്തം ധർമ്മങ്ങളും ഒന്നിക്കുന്ന പറഞ്ഞാല് അതാത് ധർമ്മങ്ങളുടെ ആധാരത്തിൽ അവരുടെ ബേസിൽ, അതായത് 9 ലക്ഷത്തിലുള്ളവര് മൊത്തത്തിൽ ഒരു ഭാഗത്ത്, ഇസ്ലാം ധർമ്മത്തിലുള്ളവര് വേറൊരു ഭാഗത്ത്, ഈ 33 കോടിയിലുള്ളവര് അവരുടെ ആ സമയത്തിനനുസരിച്ച് ഒരു ഭാഗത്ത്. കാര്യങ്ങൾ ഫുൾ എല്ലാവർക്കും തെളിയണ്ടേ? അങ്ങനത്തെ ഒരു സമയമാണ് ഈ 5000 വർഷത്തിന്റെ ലാസ്റ്റ് ടൈം. സർവധർമ്മങ്ങളെയും ബാബ എന്താ പറഞ്ഞിട്ടുള്ള, സർവധർമ്മങ്ങളെയും അതിന്റെ സംഗമിക്കുന്ന സമയം. സർവധർമ്മങ്ങൾ ഇല്ലാതാക്കാനല്ല ബാബ വന്നിട്ടുള്ളത്, അതിന്റെ ഒരു സംഗമ സമയം. ഇന്ന കാര്യങ്ങൾ ചെയ്ത് വന്നതിന്റെ ആധാരത്തിൽ സർവധർമ്മങ്ങൾ ബ്രഹ്മകുമാരീസിൽ ബാബ സൃഷ്ടിക്കുന്ന എന്താണ്? സനാതന ധർമ്മം. പക്ഷെ അതിൽ പാസ്സാവുന്ന ആരാണ്? 9 ലക്ഷം പേരാണ്. അവര് സംഗമിക്കുന്ന ഒരു ഭാഗത്ത് ഈ 5000 വർഷം ലാസ്റ്റില് 33 കോടിയുടെ ബാക്കിയുള്ളവർക്ക് അവിടെ സംഗമിക്കാൻ പറ്റില്ല. കാരണം ഈ 9 ലക്ഷത്തിൽ 1 ലാസ്റ്റിൽ അവര് ഡ്രാമ ആരംഭിക്കുകയായി. അപ്പൊ ഈ തലേ ദിവസം 33 കോടിയിലുള്ള ബാക്കിയുള്ള എല്ലാ ആത്മാക്കളും കൂടെ അവിടെ കൂടി അവരെ താഴത്തേക്ക് ഇറക്കണ പരിപാടിയല്ല. ഇവരുടെ ആ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തേണ്ട ഒരു സംഭവമാണ് പിറ്റേ ദിവസം. 5000 വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ലക്ഷ്മി നാരായണനായിട്ട് കിരീടധാരണം എടുക്കുന്ന സമയം. ആ കിരീടധാരണത്തിന്റെ സമയത്ത് അവസാനത്തിൽ 33 കോടി അവിടെ വേണ്ട. പക്ഷെ അവർക്ക് ഒരു സ്ഥലമുണ്ട്. പ്രപഞ്ചം വളരെ വലുതാണ്. അപ്പൊ എവിടെ, എങ്ങനെ, ഏത്, അത് ബാബയ്ക്കറിയാം. ഏക് ബാബ ദൂസര ന കോയി. അപ്പോ ഞാൻ ഏത് ധർമ്മത്തിലാണ്? ഈ ധർമ്മത്തിലെ കാറ്റഗറികൾ. അത് ഏത് കാറ്റഗറിയിലാണ്? ആ കാറ്റഗറിയിൽ ഞാൻ എൻ്റെ പാർട്ട് എനിക്ക് കിട്ടിയത് എത്രത്തോളം സന്തോഷമായിട്ട് ചെയ്യണം, വളരെ സന്തോഷമായിട്ട് ചെയ്യാം. ആഹാ ബാബ, ആഹാ ഡ്രാമ, ആഹാ എൻ്റെ പാർട്ട്. ഡ്രാമയാണ്, അതിലിപ്പോ എന്ത് കിട്ടിയാലും. എനിക്ക് ഏത് മോശം പാർട്ടാണ് കിട്ടണമെങ്കിൽ, ഏറ്റവും നല്ല പാർട്ടാണ് കിട്ടണമെങ്കിൽ, അത് ഞാൻ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരം. മാതാക്കൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ് കേൾക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ആണെങ്കിലും ഒരു മാതാവിനെ സംബന്ധിച്ച് ഇതിന്റെ ഗുഹ്യഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ പ്രത്യേകം ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്, മാതാക്കളെ നന്നായി പരിപാലിക്കണം.
നന്നായി പരിപാലിക്കണം. ഒരു മാതാവ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷെ ആ മാതാവ് ബികെയിൽ വരാനും ബികെയിൽ വന്ന് ഈ കാര്യം ഉൾക്കൊള്ളാനും അതിന്റെ ആധാരത്തിൽ അവർ ജീവിക്കാനും അവരുടെ രണ്ടും നോക്കണം. ബികെഎസിലെ കാര്യം നോക്കണം, അതേപോലെ ലൗകികത്തിലെ കാര്യം നോക്കണം. ഇത് രണ്ടും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാതാവ് എന്തുകൊണ്ടും ഒരു സറണ്ടർ സിസ്റ്ററെക്കാളും സറണ്ടർ ടീച്ചറിനേക്കാളും എത്രയോ ബെറ്ററാണ്. കാരണം അവർക്ക് രണ്ട് ഭാഗം ബാലൻസ് ചെയ്ത് ഏറ്റവും ടോപ്പിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്. പക്ഷെ അവർക്ക് എന്തുണ്ട്, അവരുടെ ബുദ്ധിയിൽ അവിടത്തെ ഒരു കെട്ടുണ്ട്, ഇവിടത്തെ ഒരു കെട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഓപ്പൺ ആവില്ല. അതുകൊണ്ടാണ് ബാബ മാതാക്കളെ മുന്നിൽ വെക്കൂ എന്ന് പ്രത്യേകം പറയും. അവർ ക്ലിയർ ആവുക തന്നെ വേണം. കാരണം സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ ഇനി കുടുംബത്തിന്റെ ഉള്ളിലാണ് വരാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് സറണ്ടർ സിസ്റ്ററായി മാറി ഒരാള്, സറണ്ടർ ബായി ആയി മാറി, കുടുംബനാഥനൊന്നും ആവാതെ ആയി എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിക്കും പറഞ്ഞ സന്യാസധർമ്മം. അതിൻ്റെ ഉള്ളിൽ അത്രയും സന്യാസധർമ്മം ഉള്ളത് കൊണ്ടാണ് ഒരു കന്യക വേഗം വന്ന് സറണ്ടർ ആവുന്നത്, ഒരു കന്യകൻ അല്ലെങ്കിൽ ഒരു കുമാരൻ വന്ന് സറണ്ടർ ആവുന്നത്. ഇതൊക്കെ ഡ്രാമയിൽ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരത്തിൽ, ആ ഏണിപ്പടി ഉണ്ടല്ലോ, ഏണിപ്പടി ഇറങ്ങി വരുന്നതിന്റെ ആധാരത്തിൽ കുടുംബത്തിൽ ഇരിക്കുന്നവർ കുടുംബത്തിൽ തന്നെ ഇരുന്ന് കുടുംബത്തിലെ കാര്യങ്ങൾ വളരെ ബാലൻസായി നോക്കിക്കൊണ്ടിരിക്കുന്ന അവര് തന്നെയാണ് ഈ സത്യത്തിലേക്ക് പോകുന്നത്. സന്യാസധർമ്മത്തിൽ ഇരിക്കുന്നവര് അവർക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ട് ഓരോ ജന്മങ്ങളിലും സന്യാസം ചെയ്തു വരുന്നവരുണ്ട്. അതിന്റെ കാരണം എന്താ, ഒരു കുടുംബത്തിലെ ചില സാഹചര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ബാലൻസിങ് എനിക്ക് നല്ല പ്രയാസങ്ങളുണ്ട്. ഞാനും പണ്ട് ചിന്തിച്ചിരുന്ന ഒരൊറ്റ കാര്യമാണ്, ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് വല്ല സന്യാസിമാരുടെ കൂടെ പോയാലോ. എപ്പോന്നറിയോ, ബാബയെ കിട്ടിയതിന്റെ ശേഷം. കാരണം അത്രയും പ്രയാസങ്ങൾ എനിക്ക് തലയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് എന്ത് കാര്യം, ഞാൻ ചിന്തിച്ചാണ്, അവിടെ പോയിട്ട് എന്ത് കാര്യം, നമുക്ക് വേണ്ട ആളും മുകളിലല്ലേ. ഈ സന്യാസിമാരുടെ ഇടയിൽ പോയിട്ട് വീണ്ടും താടിയും മുടിയും കാഷായ വസ്ത്രവും മറ്റേ ഭസ്മവും കാര്യങ്ങളും പൂശി കാവ്യ മുണ്ടെടുത്ത് ഒരുപാട് രുദ്രാക്ഷങ്ങളും കാര്യങ്ങളും എന്തെടുത്തിട്ട് വലിയൊരു സന്യാസിയായിട്ട് എന്തോ കാര്യം. പക്ഷെ അവിടെ പവർഫുള്ളാണ്. കാരണം മനസ്സും ബുദ്ധിയൊക്കെ അവിടെ സ്ഥിരതയും ഏകാഗ്രതയും ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് ഓരോ സന്യാസിമാരിലും അഗാഢകളിലാണെങ്കിലും അഘോരികളിലാണെങ്കിലും മറ്റു സാധാരണ സന്യാസിമാരിലാണെങ്കിലും ഒക്കെ അവിടെ എന്താണോ വേണ്ടത് അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ വികെ എന്നൊരു പദവി ഞാൻ കൊണ്ടുവന്നിട്ടതല്ല, അതെനിക്ക് തന്നതാണ്, എനിക്ക് കിട്ടിയതാണ്. എവിടുന്ന് കിട്ടി? ഞാൻ ചോദിച്ചു വാങ്ങിയതുമല്ല, ബാബ തന്നാണ്. എന്തിന്റെ ആധാരത്തിൽ? 63 ജന്മത്തില് ഭക്തി ചെയ്തതിന്റെ ആധാരത്തിൽ. ഭക്തി ഭയങ്കര സംഭവമാണ്. ഭക്തി അത്രയും നല്ല സംഭവമാണ്. ഭക്തി ചെയ്യണം. ഭക്തി ചെയ്യുന്നവർ ഭക്തിയെങ്കിലും ചെയ്യട്ടെ. കൃഷ്ണന്റെ അമ്പലങ്ങളിൽ പോവാം, രാധയുടെ അമ്പലങ്ങളിൽ പോവാം, ശിവക്ഷേത്രങ്ങളിൽ പോവാം. അവിടുത്തെ ഏതേത് കാര്യങ്ങളുണ്ടോ അത് നല്ല ഗംഭീരമായി ചെയ്യാം. എത്രത്തോളം നമുക്കതില് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. പല ബികെസും തന്നെ ഉണ്ട്, വർഷങ്ങളായിട്ട് ബികെ ആയിട്ടുള്ളവർ. പക്ഷെ അവർ അമ്പലങ്ങളിലെ കമ്മിറ്റികളിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് കുടുംബം നന്നായി നോക്കുന്നുണ്ട്, ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതുപോലെ ബികെസിനും വരുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളും നമുക്കറിയാം. അങ്ങനെയുള്ളവരും ഉണ്ട്. അവരുടെ പാർട്ട് അവരങ്ങനെ ചെയ്യണം. സന്യാസി മാർഗത്തിലുള്ളവരുണ്ട്, സന്യാസി മാർഗത്തിൽ നിന്ന് ബികെയിൽ വന്നവരുണ്ട്. പക്ഷെ അവരിപ്പോഴും യോഗം ചെയ്യുന്നത് സന്യാസി മുദ്രകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അത് അവരുടെ പാർട്ട്. ബാബു പറയുന്നുണ്ട്, ഇത് നിർബന്ധപൂർവ്വം നമ്മൾ നമ്മുടെ ശരീരത്തിന്
ഹഠയോഗം ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. പവറുണ്ട്. ഈ മുദ്രയ്ക്ക് നല്ല പവറുണ്ട്, ചിന്മുദ്ര. ബാക്കി ഏതൊക്കെ മുദ്ര ഉണ്ടോ അതാത് മുദ്രകൾക്കും പവറുണ്ട്. എല്ലാ മുദ്രകൾക്കും പവറുണ്ട്. ഓരോരോ മന്ത്രോച്ചാരണങ്ങൾക്കും പവറുണ്ട്. യോഗം ചെയ്യാന് നമുക്ക് മന്ത്രം ഉപയോഗിച്ച് ചെയ്യാലോ. പക്ഷെ റിസൾട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വേണ്ട റിസൾട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഓരോരുത്തർ വേണ്ട റിസൾട്ട് ഉണ്ടാക്കിയെടുക്കും. എൻ്റെ റിസൾട്ട് മറ്റവന് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അവിടെ പരാതി പറയണ്ട, ഒന്നും ചെയ്യണ്ട. അവൻ്റെ റിസൾട്ട് എത്രയോ വർഷങ്ങളായിട്ട് BK സറണ്ടർ ചെയ്തിട്ടും വർഷങ്ങളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ട്, എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളും മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവരവരുടെ പാർട്ട്, ഓരോരുത്തർക്കും ഓരോ പാർട്ട്. ട്രിപ്പിൾ ഓംശാന്തി.